ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ദുർവ്യാഖ്യാനം ഇങ്ങോട്ട് ആരോപിക്കുമ്പോൾ അങ്ങോട്ട് തെളിയിക്കാൻ കഴിയുന്ന എത്രയെത്ര ദുർവ്യാഖ്യാനങ്ങളുണ്ട്. ഈ ഇരിക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയല്ലേ ഫലാ തഖാഫൂഹും വഖാഫൂനി എന്ന ആയത്തോതിയിട്ട് പണ്ട് ചേകന്നൂര് പറഞ്ഞ അർത്ഥം, ശേഷം സലാം സലമി പറഞ്ഞ അർത്ഥം അതേപോലെ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച ക്ലിപ്പ് നമ്മൾ എത്ര പേർ കേട്ടതാ? എന്നാ ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ച ക്ലിപ്പ് നിങ്ങൾ ആരെങ്കിലും കേട്ടുവോ? എവിടെങ്കിലും കേൾപ്പിച്ചുവോ? ഈ പത്തപ്പിരിയത്തടക്കം ഞങ്ങൾ ആ ക്ലിപ്പുമായി വന്നവരാ. ഫലാ തഖാഫൂഹും എന്ന ആയത്തിന് സലഫി പറഞ്ഞ അർത്ഥം സലാം സലമി വെച്ച ദുർവ്യാഖ്യാനമാണ്. ചേകന്നൂര് പണ്ട് പറഞ്ഞ ദുർവ്യാഖ്യാനമാണ്. അതാണല്ലോ ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ട തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടി കൂട്ടുപിടിക്കേണ്ടി വന്നത്. എവിടെങ്കിലും പറഞ്ഞോ തെറ്റായി പോയി എന്ന് ഡോക്ടർ സുൽഫിക്കർ വെളുക്കും കത്തിച്ച് ഇറങ്ങിപ്പോയെങ്കിൽ അങ്ങനെ ഒരു ചെറിയ ക്ഷമാപണമെങ്കിലും തെറ്റിപ്പോയി എന്ന് ഞങ്ങളോട് വേണ്ട. റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ എന്ത് നിർവഹിക്കാൻ തയ്യാറായോ? എവിടെങ്കിലും കേട്ടോ അത് തെറ്റിപ്പോയതായിരുന്നു എന്നൊരു പ്രഖ്യാപനം ഇല്ല, നമ്മൾ കേട്ടില്ല. കൂടെ നടക്കുന്ന കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവി ആയത്ത് മുറിച്ചിട്ട് പകുതി ഓതിയിട്ടല്ലേ പറഞ്ഞത് വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ, ഒരാളുകയും സിഹർ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതിന് ആയത്ത് മുറിച്ചോതി ഇല്ലാ ബിഇദ്നില്ലാ എന്ന ഭാഗം കട്ടുമുറിച്ചിട്ട് ആയത്ത് ദുർവ്യാഖ്യാനിച്ചില്ലേ? അതേപോലെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന ആയത്ത് ഓതിയിട്ട് ഈ സംഘടനയെ അല്ലാഹു ഇറക്കിയതാണ്, ഈ സംഘടനയെ അല്ലാഹു സംരക്ഷിക്കും എന്ന് ദുർവ്യാഖ്യാനിച്ചല്ലേ? പിന്നെന്തിനാണാവോ സംരക്ഷിക്കാനുള്ള ബേജാറുമായി സലഫി ഇറങ്ങി തിരിച്ചത്? നമുക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ ബദറിലെ ആയത്ത് ഓതിയിട്ട് മലക്കുകൾ ഇറങ്ങുന്നുവെന്ന ആയത്ത് ഓതിയിട്ടാണല്ലോ നിങ്ങളെ കൂട്ടത്തിൽ ഇപ്പോഴും നടക്കുന്ന ഒരു ഫാറൂഖി പ്രസംഗിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ മലക്കോട് സഹായം തേടിയിട്ടുണ്ട്, എന്നാലും ജിന്നിനോട് തേടിയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ? എത്ര ആയത്തുകൾ, എത്ര ഹദീസുകൾ അണിഞ്ഞെടുത്ത് വെച്ച് സംഘടിപ്പിച്ച ഒരു സമ്മേളനം, മുജാഹിദ് സമ്മേളനം എന്ന് പോസ്റ്ററിൽ കാണുന്നുവെങ്കിലും മുജാഹിദ് സമ്മേളനം കണ്ട ഒരാളും പറയില്ല ഇത് മുജാഹിദ് സമ്മേളനമാണ് എന്ന്. ആ സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സുവനീർ, ആ സുവനീറിൽ എത്ര ഹദീസുകളെയാണ് പച്ചയായി പരിഹസിച്ചത്, എത്ര ഹദീസുകളെയാണ് ദുർവ്യാഖ്യാനിച്ചത്. വൈകുന്നേരമായാൽ ജിന്നുകളെ വരവായി എന്ന് ഒരു മൗലവി തട്ടിവിട്ടുവെന്ന് അതിൽ എഴുതി വിട്ടിട്ട് ഏതെങ്കിലും ഈ മൗലവിമാര് പറഞ്ഞോ നിങ്ങൾ ആ പന്നതാണ് തട്ടിവിടൽ, അത് പറയാൻ പാടില്ല, അത് ഹദീസാണ്, സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന് എവിടെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അതേപോലെ സൂറത്തുൻ നിസായിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു കൊടുത്തില്ലേ? എത്ര ഹദീസുകൾ, എത്ര ആയത്തുകൾ എവിടെയെല്ലാം പരിഹസിച്ചു. കൂടെ ഇപ്പോഴും ഉണ്ടെന്ന് പറയപ്പെടുന്ന എന്നാൽ എവിടെയും കാണുന്നില്ലാത്ത നിഅമത്തില്ലാത്തൊരു ഫാറൂഖി ഉണ്ടല്ലോ. ആ ഫാറൂഖി താടിയെ പരിഹസിച്ചു, ഇസ്ലാമിക വേഷത്തെ പരിഹസിച്ചു. അതിന് പ്രോത്സാഹനം നൽകുന്ന പ്രവർത്തകന്മാരെയും പണ്ഡിതന്മാരെയും MSM-നെയും ISM-നെയും മുഴുവൻ പരിഹസിച്ചിട്ട് എന്തെങ്കിലും ഒരു വാക്ക് അത് പറയല്ല എന്ന്, നിഅമത്തെ അത് പറഞ്ഞാൽ നിഅമത്തുണ്ടാവില്ല എന്ന് പറയാൻ തയ്യാറായോ? ഉണ്ടായില്ലല്ലോ. ആ കണ്ട മുഴുവൻ ദുർവ്യാഖ്യാനക്കാരെയും കൂടെ നടത്തി തന്റെ സ്വാർത്ഥത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കരുവള്ളി പറഞ്ഞ ആ നേതൃത്വത്തെ നിശബ്ദമാക്കി സംഘടന ഹൈജാക്ക് ചെയ്ത് തന്റെ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന ഉപജാപക സംഘത്തിന് വേണ്ടി ഈ മുഴുവൻ ദുർവ്യാഖ്യാനക്കാരെയും ഈ മുഴുവൻ അഖ്ലാനികളെയും സാക്ഷാൽ മടവൂരികളെ പോലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളെ നിങ്ങളാരും മുജാഹിദല്ല, നിങ്ങളൊക്കെ ജിന്നിന്റെ ആൾക്കാരാ, നിങ്ങളൊക്കെ ശൈത്താന്റെ ആൾക്കാരാ, നിങ്ങൾക്ക് ശിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞ് ആക്രോശിച്ച് നടന്നാൽ അതൊക്കെ മുജാഹിദ് വിശ്വസിക്കുമെന്ന് സലഫി വിചാരിച്ചെങ്കിൽ സലഫി താങ്കളെ ഉപദേശിക്കാൻ ഇപ്പൊ അടുത്ത കാലങ്ങളിലായി കൂടിയവർ താങ്കളെ വഞ്ചിച്ചിരിക്കും. ഞാൻ ദുർവ്യാഖ്യാനിച്ചു ഇപ്പോൾ പറയണത്. യഥാർത്ഥ ജംഇയ്യത്തുൽ ഉലമയിൽ ആ ആയത്ത് വെച്ച് ഈ ഇസ്തിആനത്തെ രണ്ടാക്കി വിഭജിച്ച് പ്രബന്ധം തയ്യാറാക്കി കൊടുത്തത് യഥാർത്ഥത്തിൽ ഹനീഫ് കായക്കൂടിയായിരുന്നു. ഹനീഫ് കായക്കൂടിന്റെ അദ്ദേഹമാണ് എഴുതിയത്, അദ്ദേഹമാണ് ടൈപ്പ് ചെയ്തത്, അദ്ദേഹമാണ് ആയത്ത് പ്രബന്ധത്തിൽ കൊടുത്തത്, അദ്ദേഹമാണ് ആ കിതാബിനെ കോട്ട് ചെയ്തത്. അദ്ദേഹം തയ്യാറാക്കി ഞാൻ കൊണ്ടുപോയി വായിച്ചു ജംഇയ്യത്തുൽ ഉലമയുടെ മുമ്പിൽ. അവസാനം പുറത്തു വന്നപ്പോ കേസ് എനിക്കായി പോയി. ആ ആയത്ത് ആ പ്രബന്ധത്തിന് 18ാമത്തെ പേജിൽ കൊണ്ടുവന്ന് കൊടുത്തത് ഹനീഫ് കായക്കൂടി. അതിന് സ്വാലിഹ് ആൽ ശൈഖിന്റെ കിതാബിൽ നിന്ന് ഇസ്തിആനത്ത് ശിർക്കായതും വസീലയായതും ഉണ്ട് എന്ന് ഈ ആയത്ത് തെളിവാക്കുന്ന ഭാഗം ആ കിതാബിൽ നിന്ന് എടുത്ത്
ഈ പ്രബന്ധത്തിലേക്ക് ചേർത്തത് ഹനീഫ് കായക്കൊടി, അത് ടൈപ്പ് ചെയ്തത് ഹനീഫ് കായക്കൊടി, പേജ് സെറ്റ് ചെയ്തത് ഹനീഫ് കായക്കൊടി. പുളിക്കൽ ജാമിയ സലഫിയയിലേക്ക് ജമിഅത്തുൽ ഉലമ മീറ്റിംഗിലേക്ക് അത് കൊണ്ടുപോയത് ഹനീഫ് കായക്കൊടി. അവിടെ കൊണ്ടുപോയി വായിച്ചത് ഞാൻ. അവസാനം ആ പ്രബന്ധം എല്ലാവരും സ്വീകരിച്ചു. ജമിഅത്തുൽ ഉലമയിൽ ഒരാൾ പോലും പറഞ്ഞില്ല ഈ പ്രബന്ധം തെറ്റാണ്, ഇതിൽ ആയത്തിൽ തെറ്റായി അർത്ഥം വെച്ചു എന്ന് ഒരാൾ പോലും പറഞ്ഞില്ല. അപ്പൊ എനിക്ക് ബോധ്യമായി ഈ പ്രബന്ധത്തിന് കായക്കൊടി കൊടുത്തത് ശരിയാണ്, ഈ ആയത്തിൽ നിന്ന് അങ്ങ് 2 വശമുണ്ട് എന്ന് ആലോചിച്ച് പറഞ്ഞു ശരിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ചില പ്രസംഗത്തിൽ ഞാനത് പറഞ്ഞു. കോഴിച്ചില വാദപ്രതിവാദം ഉണ്ടായപ്പോൾ അവിടെയും അത് പറഞ്ഞു. പിന്നെ കണ്ടു പുറത്തിറങ്ങിയത് കണ്ടോ ഫൈസൽ മുസ്ലിം ആയത്തിൽ വ്യാഖ്യാനിച്ചു എന്നാക്കി മാറ്റിയിട്ടാ പിന്നെ പ്രചരിപ്പിച്ചത്. അള്ളാഹിനെ കോടതിക്ക് വെക്കാന്നല്ലാതെ വേറൊന്നും പറയാനില്ല അതിന്. അപ്പൊ KJ മുമ്പാകെ 2012 ജനുവരിയിൽ സമർപ്പിച്ച പ്രബന്ധത്തിൽ 2011 ഡിസംബറിൽ ഏൽപ്പിച്ചു, 2012 ജനുവരിയിൽ സമർപ്പിച്ചു. ആ സമർപ്പിച്ച പ്രബന്ധത്തിൽ ഹനീഫ് കായക്കൊടി എടുത്തുകൊടുത്ത ഭാഗമെന്തോ അതിനപ്പുറത്തേക്ക് ഒരു അക്ഷരം ആ വിഷയത്തിൽ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ആ ആയത്തുമായി ബന്ധപ്പെട്ട് സ്വാലിഹ് ആലു ശൈഖിന് അങ്ങനെ കിതാബുണ്ട് എന്നും ആ കിതാബിൽ ഈ ആയത്ത് കൊടുത്തിട്ടുണ്ട് എന്നും ഈ ആയത്ത് വെച്ചുകൊണ്ട് ശിർക്കും വസീലയുമായി വേർതിരിച്ചുവെന്നുമൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി കാണുന്നത് കായക്കൊടി ആ പ്രബന്ധത്തിൽ അത് എടുത്തു കൊടുത്തപ്പോഴാണ്. അതിനു മുമ്പ് എനിക്ക് ആ കിതാബും അറിയില്ല, ഞാൻ ആ കിതാബ് കണ്ടിട്ടില്ല, അതിന് ആ ഭാഗം കണ്ടിട്ടില്ല. അതിന് ശേഷമാണ് ആ കിതാബൊക്കെ നമ്മൾ കയ്യിലെ കിതാബായി കിട്ടുന്നത്. എന്നിട്ടാണ് അതിന് ചാർജ് ഷീറ്റ് നമ്മളെ പേര് വെച്ച് കെട്ടിയിട്ട് ചില മനുഷ്യന്മാർ ഇപ്പൊ പ്രസംഗിക്കുന്നത്, അവരെ പ്രസംഗിക്കട്ടെ എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളൂ. കേട്ടോളൂ, ഖാദിറാണ് എന്ന് തെളിയിക്കണം. ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത് അവർ ലാ യഖ്ദൂന ബിശൈഇൻ, അവർക്ക് ഒന്നിനും കഴിവില്ലാത്തവരാണ്. ഒരു ഈച്ചയെ പോലും പടക്കാൻ കഴിവില്ലാത്തവരാണ്. ഈച്ച വല്ലതും തട്ടിയെടുത്താൽ അത് തിരിച്ചു പിടിക്കാൻ പോലും ആണോ ആരാധിക്കുന്നത് അവർ ലാ യഖ്ദൂന ബിശൈഇൻ, അവർക്ക് ഒന്നിനും. എന്താ ഉള്ളത് ഖുർആനിൽ? ലാ യഖ്ദിറൂന ബിശൈഇൻ. അല്ലാഹ് മുഅ്മിനീങ്ങൾക്ക് ഇറക്കി കൊടുത്ത ഖുർആനിൽ അങ്ങനെ ഒരായത്തില്ല. അള്ളാന്റെ ഖുർആനിൽ അങ്ങനെ ഒരായത്തില്ല. ലാ യഖ്ദിറൂന ബിശൈഇൻ എന്ന് പറഞ്ഞ ഒരായത്ത് അള്ളാന്റെ ഖുർആനിലില്ല. നബിയുടെ കൂടെ നിൽക്കുന്ന ഈ പുരോഹിതനോദിയതുപോലെ ലാ യഖ്ദിറൂന ബിശൈഇൻ എന്നൊരായത്ത് അള്ളാന്റെ ഖുർആനിൽ കാണിച്ചാൽ അന്ന് ഹുസൈൻ സലഫി പേരോടിനോട് പറഞ്ഞത്, പേരോടാ നിന്റെ ചെരുപ്പ് ഞാൻ എടുക്കാമെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഹുസൈൻ സലഫിയോട് ഞാൻ പറയുന്നു, ഹുസൈൻ സലഫി മരിക്കുന്നത് വരെ താങ്കളുടെ 2 ചെരുപ്പുകൾ എന്റെ തലയിൽ കെട്ടിവെച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്റെ മക്കളോട് കുടുംബക്കാരോട് വസിയത്ത് ചെയ്യും, ഞാൻ മരിച്ച് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴേ അത് എടുത്തു മാറ്റാൻ പാടുള്ളൂ. ഈ ആയത്തൊന്ന് കാണിക്കാൻ ധൈര്യമുണ്ടോ? അഭിപ്രായം പറയാൻ ധൈര്യമുണ്ടോ? അതന്നെ ഞാൻ ആരാധി തന്നെ. ഞാൻ തഫ്സീർ വേണോ? ഞങ്ങളെ മുന്നിൽ ഹാജരാക്കി തരും. ഞാൻ വെറുതെ പോകില്ല. ഇത് തഫ്സീറ് എടുത്ത് വായിക്ക്. ഇത് എടുത്തുള്ള തഫ്സീറാണ്. എന്താണ് തഫ്സീറൊക്കെ തൊടാത്തത്? ഞാൻ പറഞ്ഞില്ല, ജിന്നിനെയും മലക്കിനെയും ഉദ്ദേശിച്ചാൽ അവിടെ ശിർക്കാണ്. ഇനി ഒരൊറ്റ ചോദ്യം കൂടി നമ്മളോട് ചോദിക്കാം. ഏതാണ്ട് നിർത്താണെന്ന് പറഞ്ഞു. ഇത് ദൗറയിൽ അവതരിപ്പിച്ച പ്രബന്ധമാണ്. ഈ പ്രബന്ധത്തിൽ വസീയത്തും ഇടശിർക്കിന് തെളിവായിട്ടുള്ള ഒരു ആയത്തുകൾ കാണും. ഇപ്പൊ വായിച്ചേക്ക് വസീലത്തിന് ഇടശിർക്കിന് തെളിവായി പോലും പറഞ്ഞത് 10ാമത്തെ പേജിലാണ്. ഞങ്ങൾക്ക് എടുത്തു തരാം. 10ാമത്തെ പേജ് ഇട്ടാം. 10ാമത്തെ പേജ് ഞങ്ങൾക്ക് എടുത്താൽ ഞാൻ പത്താമത്തെ പേജ് ഇതാ. ഈ പേജ് വസീലത്തുൽ ഇലശിർക്കിനായിട്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ പറയാൻ എങ്ങനെ ചെയ്യാമോ? സത്യല്ലേ നമുക്ക് കാണാൻ പറ്റില്ല. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു വസീലത്തുൽ ഇലശിർക്കിന് ഈ പ്രബന്ധത്തിൽ ആയത്തുണ്ട്. അതുണ്ടോന്ന്
ഞാൻ വായിക്കാം. അതെ, നിങ്ങൾക്ക് ആ പേര് വായിക്കുമ്പോ 2 മിനിറ്റ് ഉള്ള വളവിൽ നിങ്ങൾ നോക്കി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.